യോജിപ്പിക്കുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ. ഇത് മധ്യ തിരുവിതാംകൂറിലെ അതിപ്രശസ്തമായ പുരാതന കത്തോലിക്ക കുടുംബം. സഭയ്ക്കും സമുദായത്തിനും അത്രമേൽ പ്രിയപ്പെട്ട വടക്കേ മാറ്റിച്ചേരുന്നില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ കൊച്ചുമകൾ റോസിയുടെ മധുരംകെട്ട് നടക്കുകയാണ്. നമുക്ക് ആ വീട്ടിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അറിയാമോ, നീ എങ്ങോട്ടാ ഈ വാഴയൊക്കെയായി? അപ്പുറത്ത് കോഴി വെക്കുന്നവർക്ക് ഒരു ഇല വേണമെന്ന് പറഞ്ഞിട്ട് ഞാനത് വെട്ടാൻ പോകണം. അല്ല പറയാമോ, നീ എന്നെ വന്നപടി മുറ്റത്ത് നിൽക്കുന്നേ, വാ അകത്തേക്ക്. ഞാൻ ഇവിടുത്തെ ഈ ലൈറ്റും അലങ്കാരങ്ങളും ഒക്കെ ഒന്ന് നോക്കി കാണുകയായിരുന്നേ. മറിയമോ, നേരത്തെ എത്തിയോ? എന്തി നമ്മുടെ കല്യാണത്തിനുള്ള റോസിമോൾ? അവൾ അകത്തുണ്ട്. എല്ലാവരും കൂടി അവളെ വരുത്തുള്ളൂ. ഞാൻ ഈ ഇല കൊടുത്തിട്ട് വരാം. മറിയാമേ, നമ്മുടെയൊക്കെ കാലത്ത് ഇങ്ങനെ വല്ലതുമായിരുന്നു? ചെറുക്കിന് നേരെ ചൊവ്വ കണ്ടത് കെട്ടുകല്യാണത്തിനാ. ശരിയാ, അന്നൊന്നും ഇന്നത്തെ പോലെ സേവ് ദ ഡേറ്റും ഫോട്ടോഷൂട്ടും ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ സേവ് ദ ഡേറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. കഴിഞ്ഞ മാസം ആമ്പൽക്കുളത്തിൽ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാൻ പോയ റോസിമോളുടെ കൂട്ടുകാരും അവരുടെ ചെറുക്കനും വള്ളം മുങ്ങി. രണ്ടുപേരും കുറെ ദിവസം ഹോസ്പിറ്റലായിരുന്നു. അവരുടെ കല്യാണം തന്നെ വീട്ടിൽ വെക്കേണ്ടതായിട്ട് വന്നു. അയ്യോ, ഞാൻ താമസിച്ചോ? നടക്കാനും ഒക്കെ വലിയ പ്രയാസമാണ്. ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ എല്ലാവർക്കും ഉണ്ടെന്നേ. അല്ലേ, എന്റെ ഈ ചോണിയും ഓർമ്മയൊക്കെ 2-3 ദിവസമായിട്ട് അവരെ കാണാനേ ഇല്ലല്ലോ. അത് പിന്നെ ടോണിയും ഓർമ്മയും ഡാൻസ് പഠിക്കുന്ന തിരക്കിലാണ്. മോളെ കെട്ടിച്ചു കൊടുത്താൽ മാത്രം പോരാ, ഇനിയുള്ള കാലം ഡാൻസ് കളിക്കാനും അറിയണം. ഓ, അത് പിന്നെ ഞങ്ങൾ ഇപ്പോഴത്തെ കല്യാണത്തിനെ കുറിച്ചൊക്കെ പറയുകയായിരുന്നു. നമ്മുടെ പാരമ്പര്യം, ക്രൈസ്തവ പാരമ്പര്യം, ഇന്ന് വല്ലാത്ത കാലഘട്ടമല്ലേ നാം ജീവിക്കുന്നത്. പീഡനങ്ങളും ഡൈവോഴ്സുമൊക്കെ മുന്നിൽ പ്രതി പോകുകയാണ്. വിശ്വാസത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ അവർക്ക് കഴിയട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. അതെ, അത് ശരിയാ. കല്യാണ തലേന്ന് ഇടവകയിലെ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് വീട്ടുകാരെല്ലാവരും കൂടി കുരിശും വരച്ച് പാട്ടും ഡാൻസും എല്ലാം കപ്പയെല്ലാം കൂടി ഒരു വലിയ ആഘോഷ കുടുംബല്ലേ. അതൊക്കെ ഒരു നൊസ്റ്റാൾജിയല്ലേ? അല്ല പാർട്ടീസേ, നീ കണ്ട് ആശീർവാദിക്കില്ലേ ഈ ഡെക്കറേഷന്? പഴയ കാലമല്ലോ. ഇന്ന് മക്കളൊക്കെ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഒക്കെ അല്ലേ. ഇന്ന് അവരുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. എല്ലാം ഇവിടെ നിൽക്കുകയാണോ? അകത്തേക്ക് വരും, പ്രോഗ്രാം തുടങ്ങാനായി. സന്തോഷത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും പുലർന്ന ഈ വേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുട്ടികൾ അനുസരിക്കുന്ന മനോഹരമായ ഒരു ഗ്രൂപ്പ് ഡാൻസ് കണ്ടാൽ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ കൊച്ചു ഡാൻസിനെ.
പിന്നെ വയസ്സൊക്കെ is just a number. വേണ്ടി വന്നാൽ ഒരു കൈ ഇപ്പോഴും നോക്കാമല്ലോ. അമ്മച്ചിമാരാണ് പോകുന്നത്. നമ്മുടെ അടുത്ത ഡാൻസ് പെർഫോമൻസിന് കുട്ടികൾ റെഡിയാക്കുന്നു. ഓ പിന്നെ അമ്മച്ചിമാരൊന്നും നമുക്ക് അങ്ങോട്ട് വിളിക്കാം. ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസോടുകൂടി നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം അമ്മച്ചിമാരെ. ഞങ്ങൾക്ക് വിലക്ക് തെറ്റല്ലേ? തത്തീനെ നീ പാട്ട് വെക്കടി.
വിശ്വാസവും ഒക്കെ കൂട്ടിയിണക്കിയ നല്ലൊരു പൂർത്തിയാണ്. നമ്മുടെ എല്ലാം പ്രാർത്ഥനയാണ് ഇവരെ പോലെ വിവാഹിതരാകാൻ പോകുന്നവർക്ക് ആവശ്യം. കുറെ ജീവിതം എന്നത് ഒരു കടൽ പോലെയാണ്. ചിലപ്പോൾ അത് ശാന്തമാകാം, ചിലപ്പോൾ തിരയച്ചു വരാം. ഭാര്യ ഇഴഞ്ഞ ബന്ധുവിൽ സുഖനിദ്രയിലാണ് കല്യാണമായ ഈശ്വരനാണ് നമ്മുടെ കാലക്കാരൻ. കാറ്റിനെയും കടലിനെയും ശാസിക്കണം. അവരിൽ വിശ്വസിക്കുക, ജപമാല മുറുകെ പിടിക്കുക, പളുങ്ക് പാത്രം പോലുള്ളതിൽ ദൈവം താഴെയുള്ള വേറെ നോക്കണം. അതെ, ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ. എല്ലാം നമുക്ക് ആളെന്ന് ആഘോഷിക്കാം.